ജിൻഡോ ചേട്ടന് മരുന്ന് കൊടുക്കുന്ന കാര്യം നിങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല. അറിയാവോ നിങ്ങൾക്ക്? ഞാൻ അതിനകത്തുള്ളപ്പോഴും ജിൻഡോ ചേട്ടൻ ഒരു മരുന്ന് കഴിക്കുന്നുണ്ട്. അത് എന്തിന്റെ മരുന്നാണെന്ന് ജിൻഡോ ചേട്ടനും അറിയില്ല. അപ്പൊ ജിൻഡോ ചേട്ടൻ ഒരു പെർട്ടിക്കുലർ മരുന്ന് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ഇന്ന മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലാൽ സാറിന്റെ എപ്പിസോഡിലാണെന്ന് ലാൽ സാറും പറഞ്ഞു, ജിൻഡോ ഞങ്ങൾ വരുന്ന മരുന്ന് കഴിച്ചാൽ ജിൻഡോയ്ക്ക് ആവശ്യമുള്ള മരുന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. ആ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കാലയളവിലൊക്കെ അദ്ദേഹത്തിന്റെ എനർജി നിങ്ങൾ നോക്കിയത്, അദ്ദേഹം വളരെ വീക്കാണ്. അപ്പൊ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ള തുറന്നു പറച്ചിലുകളും വിവാദങ്ങളും ഇന്ന് അവസാനിക്കും നാളെ അവസാനിക്കും നമ്മൾ വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ അല്ലേ? ഇത് ഓരോ ദിവസവും ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ അഖിൽമാരാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തി. അത് മെല്ലെ മെല്ലെ കെട്ടടങ്ങിയപ്പോൾ വിചാരിച്ചു ഇതെല്ലാം അവസാനിച്ചു എന്നുള്ളത്. ഇപ്പൊ DJ സിബിൻ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പലരും അത് കണ്ടിട്ടുണ്ടാകും. കാരണം സോഷ്യൽ മീഡിയയിൽ ഈ സംഭവം അത്രത്തോളം വൈറലായി മാറി എന്നുള്ളതാണ്. ഞാൻ ആദ്യം ഈ കണ്ടന്റ് ചെയ്യേണ്ടതെന്ന് കരുതി മാറ്റി വെച്ചതായിരുന്നു. പിന്നെ ചില ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയത് കാരണം ഞാൻ ചെയ്യുന്നു മാത്രം. നമ്മുടെ ഹൈദരാലിന്റെ ചാനലായിട്ടുള്ള മൂവി വേൾഡ് മീഡിയ എന്ന് പറയുന്ന ചാനൽ ഇന്റർവ്യൂവിലാണ് സിബിൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഒരുപാടെന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് സിബിൻ ആരോപിക്കുന്നത്. കേട്ട് കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ തൊലിരിഞ്ഞു പോകുന്നുള്ളതാണ്. പിന്നെ സിബിൻ ആരാണെന്നുള്ളത് അറിയാലോ. സിബിൻ ആരാണെന്ന് അറിയേണ്ട വീഡിയോ കണ്ടിട്ട് കാര്യമില്ല. വൈൽഡ് കാർഡായി വന്ന് ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെതിരെ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ജാസ്മിനോട് എന്തോ ആംഗ്യം കാണിച്ചെന്ന കാരണം കൊണ്ട് ലാലേട്ട വന്ന് നല്ലോണം ചീത്ത പറഞ്ഞു. അത് കാരണമായിട്ട് പുള്ളിക്കാരൻ മെന്റലി ഭയങ്കര ഡൗൺ ആയി. അതിനുശേഷം ബിഗ് ബോസ് 2-3 വട്ടം കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് പുറത്ത് പോയൊരു കണ്ടസ്റ്റന്റ് ആണ്. സിബിൻ പുറത്ത് വന്ന സമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തിനാണ് പുറത്ത് വന്നതെന്ന് എനിക്ക് പോലും അറിയില്ല എന്നുള്ളത്. ഒരു വിട്ടു പറയാത്ത രീതിയിൽ. പക്ഷെ ഇപ്പൊ എല്ലാം കൂടി ഒരു വെളിപ്പെടുത്തലായിട്ട് സിബിൻ വന്നെന്നുള്ളതാണ്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. പലരും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ, ഞാൻ പുറത്ത് പോകണമെന്ന് പറഞ്ഞ് ഇവരെന്നെ പുറത്ത് കൊണ്ടുപോയി ഞാൻ തിരിച്ചു കയറി വന്നു. അത് പലരും മിസ് ചെയ്യാണ്. ഞാൻ തിരിച്ചു വന്ന ആളാണ്. എല്ലാവരും പറയുന്നു കരയുന്നു, കരഞ്ഞു ഇറങ്ങിപ്പോയി എന്ന് പലരും പറയുമ്പോഴും ആരും മനസ്സിലാക്കുന്നില്ല. ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞ് പുറത്തേക്ക് പോയതിനു ശേഷം ഞാൻ തിരിച്ചു വന്നു. ആ തിരിച്ചു വരാനെ കുറിച്ച് ഇവിടെ ആരും സംസാരിക്കുന്നില്ല. ഞാൻ തിരിച്ചു വന്ന് നെക്സ്റ്റ് ഡേ ഡോക്ടർ എന്നോട് ആവശ്യപ്പെട്ടത് പ്രോപ്പർ റെസ്റ്റ് എടുക്കണം എന്നാണ്. യു നീഡ് സ്ലീപ്പ്, നിങ്ങൾ ഉറങ്ങണം. ആ ഉറക്കം എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. ഞാനത് അവരോട് ആവശ്യപ്പെടുകയാണ്, ബാക്ക് ടു ബാക്ക് എനിക്ക് ഉറങ്ങണം എന്ന് ഞാൻ ചോദിക്കുമ്പോൾ എന്നെ ഇഗ്നോർ ചെയ്യണം അവർ. അതായത് എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്, ഒരു മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റാണ് അയാൾക്ക് നിഷേധിക്കപ്പെടുന്നത്. അത് ഞാൻ ചോദ്യം ചെയ്തു. എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക സിറ്റുവേഷൻ, കണ്ടീഷൻ്റെ പേര് അവിടെ ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോഴാണ് അവരെന്നെ പുറത്തേക്ക് കൊണ്ടുപോയത്. അപ്പോഴും എന്നോട് ആ കൺഫെഷൻ റൂമിലിരുന്ന് പറഞ്ഞത്, താങ്കൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം താങ്കൾക്ക് ഇപ്പോൾ വിശ്രമം ആവശ്യമെന്നാണ്. ഓക്കെ, അപ്പൊ അതാണ് ബിഗ് ബോസ് കണ്ടവർക്ക് അറിയാം. ആദ്യം മെന്റലി ഡൗൺ ആയ സമയത്ത് സിബിൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ പുറത്തേക്ക് കൊണ്ടുപോകും, എനിക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് അത്യാവശ്യമാണെന്നുള്ള രീതിയിൽ. അങ്ങനെ സിബിൻ ഒരു പ്രാവശ്യം പുറത്തേക്ക് കൊണ്ടുപോയി, പിന്നെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത് അല്ലേ. അതിനുശേഷം വീണ്ടും സിബിന്റെ കണ്ടീഷൻ വേഴ്സ്റ്റ് ആവുകയും പുറത്തു കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ 3 ദിവസത്തേക്ക് സിബിനെ കുറിച്ച് ഒരു വിവരം ഇല്ല എന്നുള്ളതാണ്. പിന്നെ അത് അനൗൺസ്മെന്റ് വരുന്നു സിബിൻ പുറത്തായി എന്നുള്ളത്. അതെല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് സിബിൻ തന്നെ പറയുന്നുണ്ട്. സിബിൻ കരുതിയതും അതൊക്കെ തന്നെയാണ്, തന്നെ ഉള്ളിലേക്ക് കയറ്റി കൊണ്ടുവരും, 2 ദിവസം വിശ്രമം കഴിഞ്ഞ് തന്നെ ഉള്ളിലേക്ക് കയറ്റി കൊണ്ടുവരും എന്നുള്ള രീതിയിൽ. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയി സിബിനെ 3 ദിവസം ഒരു റൂമിൽ അടച്ചിട്ടു എന്നുള്ളതാണ് സിബിൻ പറയുന്നത്. സിബിന്റെ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് സിബിനോടോ സിബിന്റെ വീട്ടുകാരോടോ ഇവരൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ്. സിബിന്റെ വീട്ടുകാർ നിരന്തരമായി കോൺടാക്ട് ചെയ്യുന്നുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോഴൊന്നും ബിഗ് ബോസ് വിട്ടു പറയുന്നില്ല. സിബിൻ ചോദിക്കുമ്പോഴല്ല നിങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു കയറാം, കുറച്ച് ദിവസം വിശ്രമം കഴിഞ്ഞ് തിരിച്ചു കയറാം എന്ന് മാത്രമാണ് സിബിനോട് പറയുന്നത്. അപ്പോഴും അവിടെ ഒരു ചോദ്യമുണ്ട്, തിരിച്ചു കയറാനായിരുന്നെങ്കിൽ സിബിന്റെ മെഡിക്കൽ കണ്ടീഷന് സിബിനോട് പറഞ്ഞതിന് എന്താ പ്രശ്നം എന്നുള്ളത്. പക്ഷെ അതുപോലും അവർ പറഞ്ഞില്ല എന്നുള്ളതാണ്. അവിടെ തന്നെ ഒരുപാട് ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 3 ദിവസം സിബിനെ റൂമിൽ പൂട്ടിയിട്ടു. 3 ദിവസം ഒന്നും അറിയിച്ചില്ല. അങ്ങനെ 4ാമത്തെ ദിവസം വീട്ടുകാരുടെ പ്രശ്നം പുറത്തായിട്ട് വീട്ടുകാരോട് ഇവര് കാര്യം പറഞ്ഞു. വീട്ടുകാരോട് പറഞ്ഞ എന്താണെന്ന് അറിയോ, സിബിന്റെ ഭ്രാന്താണെന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് കേൾക്കുന്ന വീട്ടുകാരുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഒരു പ്രശ്നവും ഇല്ലാണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് 2 ആഴ്ച മുന്നേ പോയ മനുഷ്യനാണ്, പോയ മോനാണ്. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് കേൾക്കുന്ന വാർത്ത എന്താണ്, മോന് ഭ്രാന്തായി എന്നുള്ളത്. ഏത് വീട്ടുകാർക്ക് താങ്ങാനാവാം? ഇത് താങ്ങാനാവാതെ സിബിന്റെ അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്നുള്ളതാണ് സിബിൻ പറയുന്നത്. ഞാൻ പറഞ്ഞുണ്ടാക്കിയല്ലേ കേട്ടോ, സിബിൻ തന്നെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ അത് കേട്ടോ സിബിന്റെ വായന്നു. ഒരു പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേരിലാണ് 4ാമത്തെ ദിവസം എന്റെ വീട്ടുകാർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ആ കൊടുത്ത ഇൻഫർമേഷന്റെ ഭാഗമായിട്ടാണ് എന്റെ അച്ഛനെ അസുഖം വന്നത്. അത് ഷോക്കിംഗ് ആയിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ഒരു വാർത്ത സ്വന്തം മകന് ഭ്രാന്താണെന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അച്ഛനാണ് സഹിക്കുന്നത്? അല്ല, അത് അച്ഛൻ അത് കേട്ടിട്ടാണ് ഷോക്ക് ആവുന്നത്. അതായത് പുള്ളിക്ക് ഓൾറെഡി ഹാർട്ട് ഡിസീസ് ഉണ്ട്, പക്ഷെ അത് ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ച് അങ്ങനെ പോകുമായിരുന്നു. പക്ഷെ ഈ ഒരു ഇൻഫർമേഷൻ ആണ് പുള്ളിക്ക് ഒരു മേജർ ബ്രേക്ക് ഡൗണിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഒരു വീട്ടുകാർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും അത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്തായി എന്നൊക്കെ വിളിച്ച് പറഞ്ഞത് എങ്ങനെ ശരിയാവും? എന്നിട്ട് അവർ ഇപ്പോഴും അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അത് സത്യമാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ നിന്നത് എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. ഇതിപ്പോ സിബിൻ പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ഇവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റും, സിബിൻ ഇവിടെ എടുക്കുന്നത് ഏറ്റവും വലിയ റിസ്ക് ആണ്. കാരണം ഞാൻ അറിഞ്ഞിടത്തോളം ഓരോ മത്സരാർത്ഥിയും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറുന്ന സമയത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവർ എഴുതി വാങ്ങി ഒപ്പിടും. അതിലുള്ള ഒരു കണ്ടീഷനാണ് ഷോക്ക് അഗെയിൻസ്റ്റ് പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ ഇത്ര മാസം സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അഖിൽമാരാർ എന്നെ പറയുന്നത്, എനിക്കൊരു കുറച്ച് കാലത്തേക്കൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ കാരണം എന്നുള്ളത്. ആ ടേംസ് ആൻഡ് കണ്ടീഷൻ അവസാനിക്കുന്ന
പോകുന്നതിന് മുമ്പേ ആണ് സിബിൻ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. സിബിൻ വലിയൊരു റിസ്ക് ആണ് പുള്ളിക്കാരൻ എടുക്കുന്നത്. അങ്ങനെ റിസ്ക് എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടായിരിക്കണം അല്ലേ? മാത്രവുമല്ല വലിയൊരു കോർപ്പറേറ്റ് കമ്പനിക്കെതിരെയാണ് സിബിൻ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വരും വരായികയെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ, അവർക്ക് ഉണ്ടാകുന്ന ഹോളിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. അതൊക്കെ വെച്ച് ഏത് തരത്തിന് സിബിൻ അവർക്ക് ഒതുക്കാൻ പറ്റും? പിന്നെ സിബിൻ എന്ന് പറയുന്നത് കാലങ്ങളോളമായി ഏഷ്യാനെറ്റിന്റെ ആർട്ടിസ്റ്റ് ആണ്. ആ ലെവലിൽ നിന്നും ബിഗ് ബോസിലേക്ക് കയറി വന്ന ഒരാളാണ്. ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഏഷ്യാനെറ്റിന്റെ അന്നം കൊണ്ടാണ് ഇത്രയും പുള്ളിക്കാരൻ എത്തിയത്. അങ്ങനെ ഒരാൾ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ സത്യമുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ ചുമ്മാ അങ്ങ് പുറത്തായതിന്റെ അമർച്ചം തീർക്കാൻ വേണ്ടി ഇങ്ങനെ റിസ്ക് എടുത്ത് ആരൊന്നും സംസാരിക്കില്ല. എന്തായാലും വീട്ടുകാരോട് വരെ ഒരു മാനസിക രോഗിയാണെന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞു എന്നുള്ളതാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ സിബിന് കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട്. അതിന്റെ റെക്കോർഡിങ്സോ വോയിസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഭ്രാന്തനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് ഒഫൻസ് ആണ്, ക്രിമിനൽ കുറ്റകൃത്യമാണ്. അതിനെതിരെ കൃത്യമായി ആക്ഷൻ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷെ തെളിവ് കാണുന്നേ ഉള്ളൂ. പിന്നെ ഏഷ്യാനെറ്റ് പോലുള്ള കമ്പനിക്കെതിരെ കേസ് പോയി കഴിഞ്ഞാണെങ്കിൽ എവിടെ എത്ര എന്നുള്ളത് നമുക്കറിയാം. എന്നാലും പോകേണ്ടത് അത്യാവശ്യമാണ്. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് 3 ദിവസം ഒരു റൂമിൽ അടച്ചിട്ടു എന്ന് പറഞ്ഞു അല്ലെ? 3 ദിവസം അവിടെ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് പിന്നീട് സിബിൻ പറയുന്നുണ്ട്. അതാണ് എല്ലാവർക്കും അറിയാൻ ആകാംക്ഷ അല്ലേ? നമ്മൾ നോക്കാം. റൂമിനകത്ത് വെച്ച് കൺഫെഷൻ റൂമിനകത്ത് വെച്ച് എനിക്കൊരു ടാബ്ലറ്റ് പുള്ളി തന്നു, കഴിക്കാൻ പറഞ്ഞു. ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. ഇല്ല, ഐ വിൽ നോട്ട് ടേക്ക് സൈക്യാട്രിക് ഡ്രഗ്സ്. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു. പുള്ളി എന്നെ നിർബന്ധിച്ചു. ഇൻഫാക്ട് എന്നെ വെളിയിൽ ഇറക്കിയ സമയത്തും ഞാൻ പറയുന്ന ആദ്യം പുറത്തു കൊണ്ടുപോയ സമയത്ത് അപ്പോഴും എന്നോട് പറഞ്ഞു ഈ മരുന്ന് കഴിക്കൂ. ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കില്ല. അവസാനം അവർ കൺവിൻസ് ചെയ്ത് ഞാൻ പറഞ്ഞു ശരി എന്നാൽ ഞാൻ കഴിക്കാം. പക്ഷെ എന്തോ എനിക്ക് ആ മരുന്ന് തന്നില്ല ആ സമയത്ത്. പിന്നെ അടുത്ത ദിവസം തൊട്ടാണ് മരുന്ന് തന്നു തുടങ്ങിയത്. എത്ര ദിവസം കഴിച്ചു? ഞാൻ ഒരു ദിവസമേ കഴിച്ചിട്ടുള്ളൂ. ബാക്കി ഇവരുടെ ചിന്തയിൽ ഞാൻ കഴിക്കുന്നുണ്ടെന്ന് എനിക്ക് എൻ്റെ കൂടെയുള്ള ആള് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ കഴിക്കുന്നുണ്ടെന്നായിരിക്കും, കഴിക്കുന്നില്ലെന്നായിരിക്കും പറഞ്ഞത്. പക്ഷെ ഞാൻ ഒരു കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ സ്ലീപ്പിംഗ് ആണോ? നമുക്ക് നമ്മുടെ ബ്രെയിൻ വർക്കാവില്ല, മനസ്സിലായില്ലേ? ഉറക്കത്തിലേക്ക് പോകും, നമുക്ക് ചിന്തകൾ കൺട്രോൾഡ് ആവുക, അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഉണ്ടായത്. ടയർഡായി, ഭയങ്കര ടയർഡായി, ഉറക്കമായിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് ഒരു മനുഷ്യനെ മെന്റലി ഡൗൺ ആക്കി അവനെ ഗെയിം കളിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് അല്ലേ? ഇതൊരു തരം വൈറ്റ് റൂം ടോർച്ചറിങ് ആണ് അല്ലേ? ഒരു മനുഷ്യനെ ഒരു റൂമിൽ പിടിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുന്നത്. ഈ പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ സത്യമുണ്ടെങ്കിൽ ഷോയുടെ നിലനിൽപ്പിന് വേണ്ടി ഇവർ ഓരോ കണ്ടസ്റ്റന്റിന്റെയും ജീവിതം വെച്ചാണ് കളിക്കുന്നത്. അതിന് ഇവർ മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം ഇങ്ങനെയൊക്കെ മരുന്ന് കൊടുത്തൊരു വ്യക്തിയെ ഡൗൺ ആക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം എന്തായിരിക്കും അല്ലേ? ആ ഒരു ചോദ്യം അവിടെ ചോദ്യചിഹ്നമായി കിടക്കുന്നുണ്ട്. എന്തുകൊണ്ട് നന്നായി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സിബിന് ഇങ്ങനെ ഒരു മരുന്ന് കൊടുത്ത് ഇങ്ങനെ മാനസികമായിട്ട് ഡൗൺ ആക്കി എന്നുള്ളത് അതിനുള്ള മറുപടി സിബിൻ തന്നെ പിന്നീട് പറയുന്നുണ്ട്. നമ്മൾ എന്നാൽ അങ്ങൂടെ കണ്ടോക്കാം. എന്നോട് ഒരു പ്രസ്തുത കണ്ടസ്റ്റന്റിനെതിരെ ഗെയിം കളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതറിയോ? ഇപ്പോൾ ഉള്ള ആളല്ല, ഇപ്പോഴും അയാൾ തുടരുന്നുണ്ട്. എന്റെ അടുത്ത് എന്നെ ഫസ്റ്റ് ഡേ വെളി പെൺകുട്ടി എന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് എന്റെ അടുത്ത് പറഞ്ഞ ചോദ്യം ആദ്യ അക്ഷരം എന്താണ്? ചേട്ടൻ ഉദ്ദേശിക്കുന്ന ആളാണ്. അപ്പൊ പേര് പറഞ്ഞു. ആദ്യ അക്ഷരം ഞാൻ മുല്ലപ്പൂ. ജാസ്മിനാണ്. അതെ, ജാസ്മിനെതിരെ ഗെയിം കളിക്കരുതെന്ന് എന്നോട് പറഞ്ഞവര്. അത് പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ ചാനലിന്റെ ഏറ്റവും ഈ ചാനലിൽ അല്ലെങ്കിൽ ഷോയുടെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് പറഞ്ഞത്. ക്രിയേറ്റീവ് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന 3 പേര് എന്നെ കാണാൻ വരുന്നു. നീ സൂപ്പറായിട്ട് ഗെയിം കളിക്കില്ലേ? അതായത് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തിരിച്ചു കയറി വരുന്നു. എനിക്ക് അപ്പോഴുള്ള കോൺവെർസേഷൻ ആണ്. നീ എന്ത് അടിപൊളിയാണ്, നീ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രചോദിപ്പിച്ചതിന് ശേഷം പറയുന്നത് നീ ആ കോമഡിയുമായി എന്റർടൈൻമെന്റ് ഒക്കെ പിടിച്ചങ്ങ് പോയത്. നീ അവൾക്ക് ഇതിനെ കളിക്കാൻ പോണേ, നല്ല സൂപ്പറായിട്ട് കളിച്ചോണ്ടിരിക്കുക, നീ അവളെ വിടുക, നീ ഫൺ പിടിക്കുക, അത് പിടിക്കുക. അത് എന്നെ ഫൺ കളിക്കാൻ കൊണ്ടുവന്നാണ് അവർ. അതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്താലും അവർക്ക് വർക്കാവില്ല. അപ്പൊ ജാസ്മിനെ വെളുപ്പിക്കണമെന്ന ആഗ്രഹം ഇവർക്കുണ്ട്. അതല്ലേ ചേട്ടാ ഇപ്പൊ നടക്കുന്നത്. ഞാനത് പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ കുട്ടിയോട് എന്തിനു അസൂയ? അതിന്റെ ആവശ്യമേ ഇല്ല. ഞാൻ പറഞ്ഞില്ല, എന്റെ മേഖലയും കുട്ടിയുടെ മേഖലയും തമ്മിൽ രാപകൽ വ്യത്യാസമുണ്ട്. അപ്പൊ എനിക്ക് കുട്ടിയോട് അസൂയ വരേണ്ട ഒരു കാര്യമില്ല. പക്ഷെ നിങ്ങൾ തന്നെ നോക്കൂ, ഈ 2 കൈ വെച്ച് ഗെയിം കളിക്കുന്ന ആളെ വിന്നറാക്കുന്നു, അത് എപ്പിസോഡിൽ മുക്കുന്നു. ഇതിലുണ്ട് എന്താ പറയാ, ടീസർ ലൈക്ക് പ്രൊമോയിലുണ്ട്, എപ്പിസോഡിൽ അത് മുക്കുന്നു. ഇത് തന്നെ വൃത്തിയോടല്ലേ കാണിക്കുന്നത്? പച്ച വൃത്തിയോടല്ലേ കാണിക്കുന്നത്? നാട്ടുകാരെ പറ്റിക്കുമല്ലേ? അതാണ്. കേട്ടല്ലോ, ഞാനായിട്ട് ഒന്നും പറയണില്ല. എന്താണെന്ന് അറിയോ, ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാണെങ്കിൽ പേഴ്സണൽ ക്രെഡിറ്റ് വെച്ച് സംസാരിക്കുന്നതെന്ന് പറയും. ഞാനൊന്നും പറയണില്ല. ഇത് സിബിൻ തന്നെ പറഞ്ഞ ഞങ്ങൾ കേട്ടല്ലോ, ഞാൻ വിഷയം ഉണ്ടെന്നില്ല. സിബിൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എങ്ങനെ പബ്ലിക്കിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. പിന്നെ 2 കൈ വെച്ച് ഗെയിം കളിച്ച കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണല്ലോ. അതായത് ടിക്കറ്റ് ഫിനാലെ ഗെയിമിലെ ബോണസ് പോയിന്റ് ടാസ്കിന്റെ സമയത്ത് ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ഒരു ഗെയിം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് ബോൾട്ടുകൾ ഇങ്ങനെ അട്ടിക്കുന്ന ഒരു ടാസ്ക്. അതിൽ ഒരു കൈ കൊണ്ടാണ് അത് കളിക്കേണ്ടത്. പക്ഷെ ജാസ്മിൻ എന്താക്കി അറിയാതെ 2 കൈ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അങ്ങനെ കളിച്ച് ജാസ്മിനാണ് അതിൽ വിജയിച്ചത്. ചുരുക്കി പറഞ്ഞ കള്ളകളി കളിച്ച് വിജയിച്ചു എന്നാണ്. അത് കാരണമായി ജാസ്മിന് ടിക്കറ്റ് ഫിനാലേക്ക് ഒരു ബോണസ് പോയിന്റ് എക്സ്ട്രാ കിട്ടി എന്നുള്ളതാണ്. ഇതിൽ നിന്നൊക്കെ പുള്ളിക്കാരൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത്രത്തോളം ഫേവറിസം ഒരു കണ്ടസ്റ്റന്റിന് വേണ്ടി ഈ ഷോ കാണിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ജാസ്മിനോട് ഈ ഷോ കാണിച്ച ഫേവറിസത്തിനെ കുറിച്ചൊന്നും ഞാനൊന്നും മിണ്ടുന്നില്ല. അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിയതാണ്. ഇനി എന്റെ വായിന്ന് അത് പറയേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ജാസ്മിന്റെ ഫാൻസ് വേറെ തരത്തിലേക്ക് വളച്ചോടിക്കുന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാൻ മിണ്ടാനേ വരുന്നില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ജിൻഡോയുമായി ബന്ധപ്പെട്ട് വലിയൊരു വെളിപ്പെടുത്തൽ സിബിൻ നടത്തുന്നുണ്ട്. അതെന്തെന്നെ ഞെട്ടിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. ജിൻഡോ ചേട്ടനെ ഇവര് ജയിപ്പിക്കില്ല.
അതാണ് ഇതിന്റെ പ്രശ്നം. നമ്മൾ ആഗ്രഹിച്ചിട്ടും കാര്യം നമ്മൾ ആഗ്രഹിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതായത് ജിൻഡോ ചേട്ടൻ ജയിക്കാൻ പാടില്ല എന്നും വെളിയിൽ വന്ന ഒരു കണ്ടസ്റ്റന്റിനോട് ഞാൻ സംസാരിച്ച പറഞ്ഞത് ജിൻഡോ ജയിക്കുമെന്ന്. ജിൻഡോനെ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ പുറത്തിറങ്ങി വന്ന എല്ലാവരും ജിൻഡോയുടെ പേരെ പറയുന്നത്. ശ്രീരേഖ ചേച്ചി പറയുന്നു, ശരണ്യ പറയുന്നു, അൻസിബ പറയുന്നു. പക്ഷെ അവർക്ക് സ്ട്രിക്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ഏഷ്യാനെറ്റ്. അങ്ങനെ പബ്ലിക്ക് പറയരുത്, ജിൻഡോയുടെ പേര് നിങ്ങൾ പറയരുത്. ജിൻഡോനെ ജയിപ്പിച്ച് എങ്ങനെ ശരിയാവും? ജിൻഡോയ്ക്ക് എന്താ കുഴപ്പം? ഇപ്പൊ ജിൻഡോ കഴിഞ്ഞ ടാസ്കുകളൊക്കെ ജയിച്ചല്ലോ, കണ്ടന്റിൽ എപ്പിസോഡ് കാണിക്കുന്നില്ല തൂക്കി. കാര്യം 24/7 കാണുന്ന എത്ര പേരാ? ഒരു 20,000 പേര് കാണുമായിരിക്കും. ബാക്കി ജനങ്ങളിലേക്ക് എത്തേണ്ടത് എപ്പിസോഡിലാണ്. അതിൽ മുഖ്യ കട്ട് ചെയ്ത് പോലും ഇടുന്നില്ല, അവർ ഒന്നും ഇടുന്നില്ല. അപ്പൊ ജിന്റെ ഒരു മനഃപൂർവ്വം ഒതുക്കുന്നു. അവർക്ക് തുടക്കത്തിൽ തന്നെ ഒരു അജണ്ട ഉണ്ട്, ഇന്ന ആൾ ജയിക്കണമെന്ന് അല്ലേ? ഉറപ്പായിട്ടുണ്ടാവും. ജിൻഡോ ചേട്ടന് മരുന്ന് കൊടുക്കുന്ന കാര്യം നിങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല. അറിയാവോ നിങ്ങൾക്ക്? ഞാൻ അതിനകത്തുള്ളപ്പോൾ ജിൻഡോ ചേട്ടൻ ഒരു മരുന്ന് കഴിക്കുന്നുണ്ട്. അത് എന്തിന്റെ മരുന്നാണെന്ന് ജിൻഡോ ചേട്ടനും അറിയില്ല. അപ്പൊ ജിൻഡോ ചേട്ടൻ ഒരു പെർട്ടിക്കുലർ മരുന്ന് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇന്ന മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലാൽ സാറിന്റെ എപ്പിസോഡിലാണെന്ന് ലാൽ സാറും പറഞ്ഞു, ജിൻഡോ ഞങ്ങൾ വരുന്ന മരുന്ന് കഴിച്ചാൽ ജിൻഡോയ്ക്ക് ആവശ്യമുള്ള മരുന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, ഞങ്ങൾ വരുന്ന മരുന്ന് കഴിക്കൂ. ആ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കാലയളവിലൊക്കെ അദ്ദേഹത്തിന്റെ എനർജി നിങ്ങൾ നോക്കിയത്, അദ്ദേഹം വളരെ വീക്കാണ്. അദ്ദേഹം ഉറങ്ങി തൂങ്ങിയൊക്കെയാണ് എപ്പോഴും ഇരിക്കുന്നത്. പടച്ചോനെ എന്തൊക്കെയാ ഈ പറയണത്? എനിക്കറിയില്ല കേട്ടോ. പിന്നെ സിബിൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാനും ആവില്ല. കാരണം ജിൻഡോന് എടുക്കലും മെഡിക്കൽ കണ്ടീഷൻ നമുക്കറിയാം. നല്ല രീതിയിൽ അടിച്ചു പൊളായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിൻഡോന്റെ ഗ്രാഫ് കുത്തനെ കയറിയ സമയത്ത് ഇടക്കാലത്ത് 2 ആഴ്ച ജിൻഡോ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 9ാമത്തെ 10ാമത്തെ വീക്കിലേറ്റ് ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും 2 ആഴ്ച അടുപ്പിച്ച് ജിൻഡോ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അത് ബിഗ് ബോസ് കാണുന്ന പലർക്കും അറിയാം. അന്നേരം ഞാനും എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവര് ഈ ജിൻഡോക്ക് എന്തെങ്കിലും കലക്കി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്. ഇതിപ്പോൾ അതേമാതിരി അച്ചട്ടായി എന്നുള്ളതാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സിബിൻ പറഞ്ഞത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ്. ഇതൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ സിബിൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സത്യമാണ് എങ്കിൽ മക്കളെ ഇനി തൊട്ട് ഈ ഷോക്ക് ആർക്കും പോവാതിരിക്കുന്നതായിരിക്കും നന്നാവാം. കാരണം ഞാൻ അറിഞ്ഞെടുത്തോളം എല്ലാ സീസണിലും ഈ പറഞ്ഞ ക്രൂ മെമ്പേഴ്സ് തന്നെ ഒരു വിന്നറെ അവർ മനസ്സിൽ കണ്ടിട്ടുണ്ട്. വിച്ച് മീൻ ഒരു കണ്ടസ്റ്റന്റിന് വേണ്ടി എല്ലാ സീസണിലും ഫേവറിസം കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. പക്ഷെ മുന്നോട്ട് പോകുന്നതോറും ആ മത്സരാർത്ഥിക്ക് മുകളിൽ വേറെ ഏതെങ്കിലും മത്സരാർത്ഥി വന്നു കഴിഞ്ഞാണെങ്കിൽ അവരെ താഴ്ത്തി കെട്ടാനുള്ള എല്ലാ പാടും ബിഗ് ബോസ് എടുക്കാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലേക്ക് എടുക്കുക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നാളെ നമ്മളൊക്കെ ബിഗ് ബോസിൽ കയറി ഏതെങ്കിലും കണ്ടസ്റ്റൻസിനെതിരെ നമ്മൾ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണത്തിലൊക്കെ ഇതേമാതിരി മരുന്ന് കളിക്കി തരില്ല എന്ന് ആര് കണ്ട്? എനിക്കറിയില്ല കേട്ടതൊന്നും. ഇതൊക്കെ ഞാൻ പറയുന്നത് സിബിൻ പറഞ്ഞത് സത്യമാണെങ്കിലാണ് കേട്ടോ. എന്തായാലും ഇതൊക്കെ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും സിബിന് ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. ഗ്രാൻഡ് ഫിനാലേക്ക് മുമ്പേ ആയിട്ട് ഞാൻ ഏഷ്യാനെറ്റിനോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതിനുള്ള മറുപടി അവർ എനിക്ക് തന്നിട്ടില്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും കൂടി ഞാൻ പുറത്ത് പറയുന്നുള്ള രീതി. അപ്പൊ ഫിനാലേക്ക് ശേഷം ഇനി പലതും സിബിൻ തുറന്നു പറയുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും കണ്ടറിയാം എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നെന്നുള്ളത്. എന്താണെന്നൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.